നമസ്കാരം. ക്ഷേമ പെൻഷൻ വരുന്ന 23-നകം വിതരണം ചെയ്യും എന്നുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനം കേട്ടു. അതിനിടയിൽ AC ഉള്ള വീട് ഇങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങളും ഒക്കെ കണ്ടു. അപ്പൊ അത്തരത്തിലുള്ള ചിന്ത സത്യത്തിൽ ഒഴിവാക്കേണ്ട കാലം എന്നോ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഓരോ കാലം കഴിയുന്തോറും ആ കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. പണ്ട് റേഡിയോ വർക്ക് ചെയ്യണമെന്ന്, വീട്ടിൽ റേഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല, റേഡിയോ ലൈസൻസ്. അതുപോലെ സൈക്കിൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കിളിന് ലൈസൻസ് ഉണ്ടായിരുന്നു, സൈക്കിളിന് നമ്പറും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ മുന്നിലും പിന്നിലും നമ്പർ വെക്കുകയല്ല, ചേസ് നമ്പർ ഉണ്ട്. സൈക്കിളിന് ലൈസൻസ് വേണം, സൈക്കിൾ ഓടിക്കുന്നതിന് ലൈസൻസ് വേണം, അതേപോലെ റേഡിയോ പാടിക്കുന്നതിന് ലൈസൻസ് വേണം. ഇതൊക്കെ വേണമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നമ്മൾ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് സൈക്കിളിൽ ഡബിൾ ഇരുന്ന് പോകണമെങ്കിൽ പിടിക്കും, പോലീസ് പിടിക്കും, നല്ല അടിയും കിട്ടും, ചിലപ്പോ കൊണ്ടുവന്ന് ലോക്കപ്പിൽ ഇടുകയും ചെയ്യും. ഇന്നത്തെ പോലെ ബാലാവകാശ നിയമങ്ങളൊന്നും അന്നില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതായത് ഒരാൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ അതിന്റെ ബേക്കിൽ കാരിയറിൽ ഇരുന്നു കൊണ്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അതൊരു ഗുരുതരമായ ഒരു കുറ്റമായിരുന്നു ആ കാലത്ത്. ഇന്ന് അതൊക്കെ പോയി, അതൊക്കെ വെറും ബാലിശമായി മാറി. സൈക്കിളിൽ ഡബിളോ ത്രിബിളോ ഒക്കെ വെച്ച് ഇങ്ങനെ പോകും, സൂക്ഷിച്ചു പോകണം, വീണ് കഴിഞ്ഞാൽ പണിയാകും എന്ന് പറയും, വിരട്ടി വിടുമെന്നതിലുപരി അതൊന്നും ഒരു കുറ്റകൃത്യമല്ല. അതുപോലെ റേഡിയോ, കടയിൽ നിന്ന് ഒരു റേഡിയോ വാങ്ങുക, പാടിക്കുക എന്നതിലുപരി അതിനൊരു ലൈസൻസും വേണ്ട, സൈക്കിളിനൊന്നും ഒരു ലൈസൻസും വേണ്ട. അത് മാത്രമല്ല, മോട്ടോർ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ചെറിയ സ്പീഡിൽ പോകുന്ന സ്കൂട്ടറുകൾ, അതിനും വേണ്ട. നമുക്ക് കടയിൽ ചെന്ന് സാധനം വാങ്ങാം, വണ്ടി ഓടിച്ച് നമുക്ക് പോകാം, ഒരു ലൈസൻസും വേണ്ട, ഒരു കുന്തവും വേണ്ട. നമുക്ക് സേഫ്റ്റിക്കായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ തടി രക്ഷിക്കാം, അത്ര തന്നെ ഉള്ളൂ. മറ്റുള്ളവരെ മേലെ ചെന്ന് കയറാഞ്ഞാൽ മതി. ഇൻഷുറൻസും ഹെൽമെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന മട്ടിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അർഹത ഉള്ളവർക്കാണ് കൊടുക്കേണ്ടത് എന്ന വി.ഡി. സതീശന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ AC ഉള്ള വീടാണോ എന്ന് ചോദിക്കുമ്പോൾ, ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ വാങ്ങുന്നവർ ഒരു കാലത്തും ഒരു പുരോഗതി ഉണ്ടായിരുന്നു അങ്ങനെ കിടക്കണം എന്നൊരു ചിന്താഗതി ഉണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം ഈ AC എന്ന് പറയുന്നത് AC സൂചിച്ച് കിടക്കാൻ വേണ്ടി വെക്കുന്നതല്ല ഈ സാധുക്കൾ. അവർക്ക് ഉപജീവനത്തിന് മാർഗമൊന്നുമില്ല. ഇനി ചിലപ്പോൾ ഏതെങ്കിലും ഒരു റൂമിൽ വല്ല രോഗിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അവർക്ക് ചൂട് സഹിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു AC വെക്കേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതവർക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ട്, അതുപോലെ മറ്റേതെങ്കിലും രോഗികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചൂടെടുത്ത് കിടക്കാനൊന്നും കഴിയില്ല. അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അവരെങ്ങനെയെങ്കിലുമാണ് ഒരു AC സംഘടിപ്പിച്ച് വെക്കുന്നത്. ചിലപ്പോൾ പഴയത് വാങ്ങി വെക്കുന്നതാകാം, അല്ലെങ്കിൽ അടവിനെടുത്ത് വെക്കുന്നതാകാം, എന്തെങ്കിലും ആകാം. അങ്ങനെ ഒരു പെട്ടി അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ ക്ഷേമ പെൻഷൻ എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭൂലോക ചെറ്റത്തരമാണ് എന്നേ പറയാനുള്ളൂ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ചില വ്യവസ്ഥിതികളുണ്ട്. ഈ റേഷനിങ് സംവിധാനത്തിൽ പോലും ഉണ്ട്, റേഷൻ കാർഡ് കൊടുക്കുന്നതിൽ പോലും ഉണ്ട്. ഇപ്പോ ഉദാഹരണത്തിന്, 1 സെന്റ് ഭൂമിയില്ലാത്ത ഒരാൾ, 1 സെന്റ് ഭൂമിയില്ല, അയാൾക്ക് ഒരു വീടുമില്ല, അയാൾക്ക് ആകെ ഉള്ളത് ഒരു 4 ചക്ര വാഹനമാണ്. അങ്ങനെ ചിന്തിക്കുക, ഒരു കാറുണ്ട് അയാൾക്ക് വീടില്ല, അയാൾ വാടക വീടൊക്കെ വീട്ടിൽ താമസിക്കുകയാണ്, വീട് വെക്കാനുള്ള പൈസയില്ല, ഒന്നുമില്ല. പക്ഷെ അയാളെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു വാഹനം വേണം എന്നതുകൊണ്ട് അയാൾ ഒരു പഴയ ഒരു 4 ചക്ര വാഹനം അയാൾക്കുണ്ട്. അയാൾക്ക് ഈ വാടക വീടിന്റെ അഡ്രസ്സിൽ ഒരു കാർഡ്, റേഷൻ കാർഡ് കൊടുക്കുന്നത് APL കാർഡായിരിക്കും. APL വെള്ള കാർഡേ കൊടുക്കുള്ളൂ. എന്നാൽ അയാൾക്ക് വീടില്ല, അതേപോലെ വീട് വെക്കാനുള്ള സ്ഥലമില്ല, യാതൊന്നുമില്ല. ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകുന്നതിൽ നിന്ന് എണ്ണ ഒഴിക്കണം, എന്നിട്ട് അതിന്റെ മെക്കാനിക്കൽ പണി മറ്റു കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും തുച്ഛമായ വരുമാനം കിട്ടുന്നതിൽ നിന്ന് അവരുടെ കുടുംബം നോക്കി പോകണം. ഇതാണ് അതിന്റെ അവസ്ഥ. പക്ഷെ അയാളും APL ആണ്. അപ്പോൾ സാഹചര്യങ്ങളാണ് നോക്കേണ്ടത്. സാമ്പത്തികത്തിന്റെ വരവിന്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ റവന്യൂ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഹായമാണ് സത്യത്തിൽ കൊടുക്കേണ്ടത്. സാമ്പത്തിക സംഭരണമൊക്കെ വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ ഒരു AC വെച്ചിട്ടുണ്ട് എന്ന ഒരു കാരണം കൊണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ അവരൊരു BPL ആയിരിക്കും, അവരെ APL മാറ്റുമ്പോൾ അവരുടെ ജീവിതം അന്നു മുതൽ ദുരിതപൂർണമാകുകയാണ്, ദുരന്തമായി പോവുകയാണ്. അപ്പോൾ മാനദണ്ഡങ്ങളൊക്കെ മാറ്റിയെഴുതേണ്ട സമയം കഴിഞ്ഞു. ഒരു AC അല്ല അവിടെ വരുന്നത്. AC വെച്ചോട്ടെ, മറ്റെന്താ, അവർക്ക് തൊഴിലുണ്ടോ? ഇല്ല. അവർക്ക് വരുമാനമുണ്ടോ? ഇല്ല. മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇല്ല. ഒരു AC അവിടെ വെച്ചുപോയി. അല്ലെങ്കിൽ ചിലപ്പോ ഈ രോഗി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം, ഡെയിലി വണ്ടി വാടക വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിടുത്തം വിട്ട പൈസയാവും, അത് ഇവർക്ക് ഒരു പക്ഷെ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മാരുതി 800 അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഇയോണോ എന്തെങ്കിലും ഒന്ന് എടുത്തിടും. ഇയാൾക്ക് കയറാനും ഇറങ്ങാനും പാകത്തിന് അത് ആ ഡോറൊക്കെ ഒന്ന് പരുവപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലാതെ ഓരോ സമയം ആംബുലൻസ് വിളിച്ചുകൊണ്ട് വരിക, ഓരോ സമയം മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നില്ലല്ലോ.
അപ്പൊ ഈ രോഗിയെ കയറ്റാനും ഇറക്കാനും പാകത്തിന് ഒരു പഴയ വാഹനം എടുത്ത് അത് ചിലപ്പോൾ മോഡിഫൈ ചെയ്ത് വീട്ടിലിട്ടുണ്ടാവും. അത് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ആ കാർ അവിടെ ഉള്ളത് കൊണ്ട് അയാളും APLലേക്ക് മാറുകയാണ്. ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ ഇപ്പൊ വെച്ചിട്ടുള്ളത്, ഈ മാനദണ്ഡങ്ങൾ എടുത്തു കളയണം. വിവരമില്ലാത്ത ചില നാറികളാണ് ഈ മാനദണ്ഡം ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അന്തവും കുന്തവും ഇല്ലാതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ കാരണം ഒരു ഉദാഹരണം തരാം നിങ്ങൾ. ഇതിനു മുമ്പ് ഈ റേഷൻ കാർഡ് ഉടമ വനിതയായി മാറുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, അറിയാലോ. അതുവരെ ഗൃഹനാഥ എന്നൊരു നിലയായിരുന്നു. ആ വീട്ടിലെ മുതിർന്ന ആരെന്ന് വെച്ചാൽ ആരാണോ കാർഡ് ഉടമയാകുന്നത് അത് കാർഡ് ഉടമ, ബാക്കിയുള്ളവരവരുടെ ബന്ധുക്കൾ എന്ന നിലയിലായിരുന്നു കാർഡിലുണ്ടായിരുന്നത്. ഏതൊരു പൊട്ടം മന്ത്രി ആവശ്യമില്ലാതെ ഒരു ഇതുണ്ടാക്കി വീട്ടിലെ മുതിർന്ന വനിതാ അംഗത്തിന്റെ പേരിൽ തന്നെ വേണമെന്ന്. ഏറ്റവും മന്ദബുദ്ധിയായിട്ടുള്ള ഒരാളാണ് അത് നടപ്പിലാക്കിയെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. മന്ദബുദ്ധി എന്നുള്ളത് പറയാൻ കാരണം പലയിടത്തും 2 ഭാര്യമാരുണ്ട്. ആദ്യ ഭാര്യയിൽ കുട്ടികളില്ല. അപ്പൊ കുട്ടികളില്ലാത്തത് കൊണ്ട് ഒരു കല്യാണം കൂടെ കഴിച്ചിട്ട് ഇവര് രണ്ടുപേരും സന്തോഷത്തോടെ സുഖമായിട്ട് ഒരു വീട്ടിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. രണ്ടാമത്തെ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടികളെ ആദ്യ ഭാര്യ സംരക്ഷിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരു അത്ഭുതമൊന്നും അല്ലത്. ഇവിടെ ആ മൂത്ത സ്ത്രീയുടെ പേരിലേക്ക് ഈ കാർഡ് വരുമ്പോ, മൂത്ത വനിതാ അംഗത്തിന്റെ പേരിലേക്ക് വരുമ്പോ ഒരു കോളം ഉണ്ടായിരുന്നു, ബന്ധത്തിന്റെ കോളം. ഈ രണ്ടാമത്തെ ഭാര്യയെ എഴുതാനൊരു കോളം ഇല്ല. ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ എന്നൊരു കോളം അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ അതിന്റെ താഴെ ഈ ഭർത്താവിന് മക്കളുണ്ട്, ആ മക്കളെ രേഖപ്പെടുത്താൻ കോളം ഇല്ല. ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയുടെ മക്കൾ എന്ന് എഴുതാൻ പറ്റും? ഇല്ല. മക്കൾ എന്ന് എഴുതി കഴിഞ്ഞാലോ അവിടെ പ്രശ്നമുണ്ട്. കാരണം ആ മാതാവിന്റെ പേര് വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ കൊണ്ടുവരാൻ കാരണം ഈ മന്ദബുദ്ധി ഇങ്ങനെ കാട്ടിക്കൂട്ടി വെച്ചിട്ടാ. നമ്മൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ നോക്കുമ്പോൾ വലിയ പരിഷ്കാരമാണ്, ആനയാണെന്ന് പറഞ്ഞ് എടുത്തങ്ങ് തള്ളിക്കൊടുക്കരുത്. ഇത് സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചിന്തിക്കണ്ടേ. അത് ഏത് പാർട്ടിയായാലും ആരാ നടപ്പിലാക്കിയെന്ന് എനിക്കിപ്പോ നല്ല ഓർമ്മയൊന്നുമില്ല. ഏതൊരു മന്ദബുദ്ധിയാണെന്ന് നടപ്പിലാക്കിയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് നടപ്പിലാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അതിലേറെ മണ്ടന്മാരും മന്ദബുദ്ധികളായിപ്പോയി. അതിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ബന്ധം ചോദിച്ചിരുന്നത്, പിന്നെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു കോളം എന്ന് പറഞ്ഞാൽ ആ മുതിർന്ന സ്ത്രീയുമായിട്ട് അയാളുടെ ബന്ധം ഒരു വലിയൊരു ഷീറ്റായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു വലിയൊരു ഷീറ്റായിരുന്നു ആ ബന്ധം സൂചിപ്പിക്കുന്ന കാർഡ്. അതുകൊണ്ട് A3യേക്കാളും വലുപ്പമുള്ള ഷീറ്റായിരുന്നു. അതിൽ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു ബന്ധം. തൊട്ടടുത്ത കോളം എന്തായിരുന്നു എന്നറിയോ? ഭർത്താവിന്റെ സഹോദരിയുടെ ഭാര്യ എന്നായിരുന്നു. ഭർത്താവിന്റെ സഹോദരിയുടെ ഭാര്യ. അപ്പൊ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയണമെങ്കിൽ അടുത്ത സഹോദരിയുടെ ഭാര്യ എന്നൊരു കോളം വേണമെന്ന് അതുപോലെ ചിന്തിക്കാൻ കഴിയാത്ത കുറെ മന്ദബുദ്ധികളാണ് നമ്മളെ ഇവിടെ നയിച്ചുകൊണ്ട് നടക്കുന്നത്. ആ മന്ദബുദ്ധികളെ തിരിച്ചറിയാത്ത കുറെ കോഞ്ഞാളന്മാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കുറച്ച് വിവരവും ബോധവും വെള്ളിയാഴ്ച ഉള്ളവർ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒന്ന് നടപ്പിലാക്കുന്നതിന് മുമ്പ്, സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിന് മുമ്പ് എല്ലാ വശവും ഒന്ന് ആലോചിച്ചിട്ടേ നടപ്പിലാക്കാവൂ. അല്ലാതെ ഞങ്ങൾ ഏതോ ഒരു വലിയ മഹാസംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്നിടത്തങ്ങ് നടപ്പിലാക്കരുത്. കാലം വേറെയാണ്. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ 2 ഫാമിലി താമസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെ സാഹചര്യങ്ങൾ എത്ര സ്ഥലത്തുണ്ട്. അതിലൊരു കൂട്ടർ AC വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കൂട്ടർ അത് ബാധിക്കും. ഇങ്ങനെയൊക്കെയാണ്. അതായത് സാഹചര്യത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെയാണ് ഇവിടെ ഓരോ നിയമം നടപ്പിലാക്കുന്നത്. മനുഷ്യർ പലവിധമാണ്, പലവിധ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന അന്തവും കുന്തവും ഇല്ല. അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. AC ഉണ്ടോ? BPL ഇല്ല. കാറുണ്ടോ? BPL അല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 സെന്റ് ഭൂമിയില്ല, വീടില്ല, വാങ്ങാനിട്ട് നിവൃത്തിയില്ല. ഉപജീവനത്തിന് വേണ്ടിയിട്ട് അയാളെ തൊഴിലിനിട്ട് ഒരു വാഹനം എടുത്തിട്ടുണ്ട്. അയാൾ വാടക വീട്ടിലാണ്, അതുകൊണ്ട് അയാൾ APL. ഇവിടെ ഒരു രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ല, വാടക വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആരൊക്കെയോ കൂടി സഹായിച്ചിട്ട് ഒരു കാറ് കൊടുത്തു. ആ കാറ് ഇയാളെ കൊണ്ടുപോകാണ്ട് മോഡിഫൈ ചെയ്ത് സെറ്റാക്കി ഇവിടെ വെച്ചു. 4 ചക്രം ഉള്ളത് കൊണ്ട് അയാൾ APL. ഇമാതിരിയുള്ള ഇതൊക്കെ എടുത്ത് കളയണം. ഇതൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു. അതായത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാണ്. അത് VD സതീശൻ സർക്കാർ ആയാലും പിണറായി സർക്കാർ ആരായാലും ഇത് തന്നെ. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല ഈ പറയുന്നത്. കുറച്ചൊക്കെ അന്തവും കുന്തവും വേണം ഭരിക്കുന്നവർക്ക്. കുറച്ച് ചിന്ത വേണം. തലക്കകത്ത് ആള് താമസം വേണം. വെറും ചാണകപ്പൊടിയും വെച്ചുകൊണ്ട് നടക്കരുത്. Different angles. Don't forget to subscribe and support this channel.